ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ആരാധന ക്രമ മത്സരത്തിലെ ഏറ്റവും അവസാനത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ ആരാധനാക്രമ മത്സരം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് 9 കാലങ്ങളായിട്ടാണ്. 9 കാലങ്ങൾ, അതിൽ ഏറ്റവും അവസാനത്തെ കാലം, ഏറ്റവും അവസാനത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഈ ഞായറാഴ്ച മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിന്റെ രാജ്യത്വ തിരുനാളായിട്ടാണ്. 1925 പയസ് 11 മാർപ്പാപ്പയാണ് ഇപ്രകാരം ഒരു തിരുനാൾ, ക്രിസ്തുവിന്റെ രാജ്യത്വ തിരുനാൾ, സാർവത്രിക സഭയിൽ ആഘോഷിക്കുവാൻ വേണ്ടി തുടങ്ങുന്നത്. ഇന്നത്തെ ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. അബ്രാഹാം മെൽക്കിസദേക്കിന് അപ്പവും വീഞ്ഞും കാഴ്ചവെക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, മെൽക്കിസദേക്ക് ഒരു പ്രതീകമാണ്. ക്രിസ്തുവിന്റെ രാജ്യത്വത്തിന്റെയും ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെയും പ്രതീകം. മെൽക്കിസദേക്ക് സൂചിപ്പിക്കുന്നത് നീതിയുടെ രാജാവ്, സമാധാനത്തിന്റെ രാജാവ്. ഈ പ്രതീകങ്ങൾ അതിന്റെ പൂർണ്ണതയിലെത്തിക്കുന്നത് ക്രിസ്തുവാണ്, യേശുവാണ്. രണ്ടാമത്തെ വായന സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. ഭൗമിക രാജാവിന് വേണ്ടി, തങ്ങൾക്ക് ചുറ്റുമുള്ള ജനങ്ങൾക്കുള്ളതുപോലെ തന്നെ തങ്ങൾക്കും ഒരു ഭൗമിക രാജാവിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇസ്രായേൽ സമൂഹം ഒരു മുറവിളി നടത്തുന്നു സാമുവേൽ പ്രവാചകന്റെ മുമ്പാകെ. ഇതാണ് രണ്ടാമത്തെ വായന. യാഹുവേ എന്ന ദൈവത്തെ മറന്ന്, യാഹുവേ എന്ന രാജാവിനെ മറന്ന് ഭൗമിക രാജാവിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ജനം. എന്നാൽ സുവിശേഷങ്ങൾ വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് യേശു ക്രിസ്തുവിന്റെ രാജ്യത്വം. അവന്റെ ജനനം പ്രഖ്യാപിക്കപ്പെടുന്ന വേളയിൽ ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ കന്യകാമറിയത്തോട് പറയും ഇപ്രകാരം: ജനിക്കാൻ പോകുന്ന ശിശു അത്യുന്നതൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ യാക്കോബിന്റെ ഭവനത്തിന്മേൽ എന്നേക്കും ഭരണം നടത്തും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ എന്നേക്കും ഭരണം നടത്തുന്ന ഒരു രാജാവാണ് യേശു ക്രിസ്തു എന്ന് അവന്റെ ജനനത്തിന് മുമ്പ് തന്നെ പ്രഖ്യാപിക്കപ്പെടുന്നു. അവൻ ജനിച്ച വേളയിൽ ജ്ഞാനികൾ, കിഴക്കു നിന്നും വരുന്ന ജ്ഞാനികൾ അവനെ അന്വേഷിച്ചെത്തുന്നത് ഹെറോദോസിന്റെ കൊട്ടാരത്തിലാണ്. ഹെറോദോസിന്റെ കൊട്ടാരത്തിൽ ജ്ഞാനികൾ എത്തിയിട്ട് അവർ ഹെറോദോസ് രാജാവിനോട് ചോദിക്കും, എവിടെയാണ് യഹൂദരുടെ രാജാവായി ജനിച്ചവൻ? അവരന്വേഷിക്കുന്നത് ഒരു രാജാവിനെയാണ്. പ്രിയ സഹോദരങ്ങളെ, തുടർന്ന് യേശുനാഥൻ ഗലീലയിലൂടെ നടന്നു നീങ്ങുമ്പോൾ, യൂദായിലൂടെ നടന്നു നീങ്ങുമ്പോൾ, ഇസ്രായേൽ മുഴുവൻ സഞ്ചരിക്കുമ്പോഴും അവനെ ചിലപ്പോഴെങ്കിലും ആളുകൾ അഭിസംബോധന ചെയ്തത് ഇപ്രകാരമാണ്: ദാവീദിന്റെ പുത്രൻ. ഇത് വ്യക്തമായി നമ്മൾ കാണുന്നത് അവന്റെ ജെറുസലേം പ്രവേശനത്തിലാണ്. ഒലിവിൻ ചില്ലകൾ വീശി തങ്ങളുടെ മേലങ്കികൾ വഴിയിൽ വിരിച്ച് ജനം ആർത്തു വിളിച്ചു, ദാവീദിന്റെ പുത്രൻ ഓശാന. പ്രിയ സഹോദരങ്ങളെ, ദാവീദിന്റെ പുത്രൻ സൂചിപ്പിക്കുന്നത് ദാവീദിന്റെ രാജവംശ പരമ്പരയിൽ കടന്നു വരുന്ന ഒരു രാജാവാണ് ക്രിസ്തുനാഥൻ എന്ന് വ്യക്തമായി ഇത് പറയാതെ പറഞ്ഞു വെക്കുന്നു. എന്നാൽ യേശുവിന്റെ അതിരത്തിൽ നിന്നും തന്നെ താൻ ഒരു രാജാവാണെന്ന് സൂചന ലഭിക്കുന്നത് പിലാത്തോസിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ്. നാം ഇന്ന് വായിച്ചു കേട്ട തിരുവചന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 18 അധ്യായം 33 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. പിലാത്തോസ് ക്രിസ്തുവിനോട് ചോദിക്കും, യേശുവിനോട് ചോദിക്കും, നീ ഒരു രാജാവാണോ? യേശു അതിന് മറുപടി കൊടുക്കും, ഞാനൊരു രാജാവാണെന്ന് നീ തന്നെ പറയുന്നുവല്ലോ. എന്നാൽ യേശു അതിനോട് കൂട്ടിച്ചേർത്ത് വെച്ച് ഒരു വസ്തുത പഠിപ്പിക്കും. അത് ഇപ്രകാരമാണ്, പ്രധാനപ്പെട്ടതുമാണ്: എൻ്റെ രാജ്യം ഐഹികമല്ല. എന്താണ് പ്രിയ സഹോദരങ്ങളെ ഐഹികമല്ല എന്നതുകൊണ്ട് ക്രിസ്തുനാഥൻ ഉദ്ദേശിക്കുന്നത്? എൻ്റെ രാജ്യം ഐഹികമല്ല എന്നതിൻ്റെ അർത്ഥം ഭൗമിക രാജത്വങ്ങളെ പോലെ, ഭൂമിയിലെ രാജാക്കന്മാരെ പോലെയുള്ള ഒരു രാജാവല്ല, രാജ്യത്വമല്ല തൻ്റേത് എന്നാണ് ക്രിസ്തുനാഥൻ വ്യക്തമാക്കുന്നത്. ജ്ഞാനികൾ ഹെറോദോസിനെ അന്വേഷിച്ച് വരുന്നത്, ജ്ഞാനികൾ യേശുവിനെ അന്വേഷിച്ച് വരുന്നത് ഹെറോദോസിന്റെ കൊട്ടാരത്തിലാണ്. കൊട്ടാരത്തിൽ വന്നിട്ടാണ് അവരന്വേഷിക്കുന്നത്. അവരൊരു ഭൗമിക രാജാവിനെ സങ്കല്പിച്ചിട്ടുണ്ടാകും. എന്നാൽ ക്രിസ്തുനാഥൻ ജനിക്കുന്നത് കൊട്ടാരത്തിലല്ല, വലിയൊരു സത്രത്തിലല്ല, മണിമാളികയിലല്ല, മറിച്ച് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ അവൻ ജനിക്കുന്നു. യേശുവിനെ സേവകന്മാര് പിടികൂടാൻ വേണ്ടി വരുമ്പോൾ പത്രോസ് തന്റെ ഉറയിലുണ്ടായിരുന്ന വാളൂരി ഒരു സേവകന്റെ ചെവി ഛേദിച്ചു കളയും. യേശു പത്രോസിനോട് പറയും, നിന്റെ വാൾ അതിന്റെ ഉറയിലിടുക, എന്നിട്ട് സേവകനെ സുഖപ്പെടുത്തും. യേശുനാഥൻ പീലാത്തോസിനോട് വ്യക്തമാക്കുന്ന തന്റെ നയമുണ്ട്. ഞാനൊരു ഐഹിക രാജാവല്ല, ഐഹിക രാജാവായിരുന്നെങ്കിൽ തന്നെ എൻ്റെ സേവകന്മാർ എനിക്ക് വേണ്ടി പട പൊരുതുമായിരുന്നു, യുദ്ധം ചെയ്യുമായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, യേശുവിന്റെ രാജ്യത്വം ഐഹികമായി നമ്മൾ കണക്കാക്കുന്ന രാജ്യത്വങ്ങളെ പോലെയല്ല, ഭൂമിയിൽ നമ്മൾ കണക്കാക്കുന്ന രാജ്യത്വങ്ങളെ പോലെയല്ല. അവന്റെ രാജ്യത്വം തിരിച്ചറിയണമെങ്കിൽ അത് പൂർണ്ണമായും പ്രകടമാകുന്നത് കുരിശിലാണ്.
കുരിശിലേക്ക് നോക്കണം. മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ കൊടുക്കുന്ന ഒരു രാജാവ്, കിരീടം ധരിച്ച്, മുൾമുടിയാകുന്ന കിരീടം ധരിച്ച് തന്റെ രാജ്യത്വം പ്രഖ്യാപിക്കുന്ന ഒരു രാജാവ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുനാഥൻ ശിഷ്യന്മാരോട് വ്യക്തമായി പറഞ്ഞു വെക്കും, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ വിചിന്തനം നമ്മൾ അവസാനിപ്പിക്കുകയാണ് ലേഖന ഭാഗത്തിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട്. ഇപ്രകാരമാണ് ലേഖന ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നത്. വെളിപാടിന്റെ പുസ്തകം 19-ാം അധ്യായം 16-ാം വാക്യം. അവന്റെ നാമം രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. അവന്റെ മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമാണിത്. രാജാക്കന്മാരുടെ രാജാവ്, നാഥന്മാരുടെ നാഥൻ. അവന്റെ രണ്ടാം വരവിൽ അവന്റെ മുഖാമിമുഖം നാം കാണുന്ന ദിവസം അവന്റെ രാജ്യത്വം പ്രകടമായ രീതിയിൽ നമുക്ക് വെളിവാക്കപ്പെടും. ആ ഒരു ദിവസത്തിന് വേണ്ടി പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന ആ നാളേക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.